ജിൻഡോ ചേട്ടൻ പറയുന്ന ചില കാര്യങ്ങളല്ലേ നമ്മള് കണ്ണും പൂട്ടി അടച്ച് വിശ്വസിക്കുക എന്ന് പറയും. പല കാര്യങ്ങളും പുള്ളി ഇന്റർവ്യൂവിൽ വന്ന് വിളിച്ചു പോകുന്നുണ്ട് എങ്കിലും പല കാര്യങ്ങളും ഇയാൾ ഇന്റർവ്യൂവിനകത്ത് വന്ന് വിളിച്ചു പറയുന്നുണ്ട്. പക്ഷെ അതിനകത്തൊന്നും പരമമായ സത്യം അതാണെന്നൊന്നും നമ്മള്. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പം വലിയൊരു ആരോപണപരമായ ഒരു വലിയ ചർച്ചാ വിഷയത്തിന് ശേഷം നമ്മുടെ ജിൻഡോ ബ്രോ ഒരു ഇന്റർവ്യൂവുമായി പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെയാണ് ഞാൻ ആക്ച്വലി ഇന്റർവ്യൂ കണ്ടത്. ഫൺ വിത്ത് സ്റ്റാർസ് എന്ന് പറഞ്ഞൊരു ചാനലിലാണ് ആക്ച്വലി നമ്മുടെ ജിൻഡോ ബ്രോയുടെ ചില സത്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ടുള്ള, സത്യമാണോ അതിന് എത്രത്തോളം പരമായ യാഥാർത്ഥ്യം ഉണ്ട് എന്നൊന്നും എനിക്ക് വിശ്വസിക്കാൻ. ജിൻഡോ ചേട്ടൻ പറയുന്ന ചില കാര്യങ്ങളല്ലേ നമ്മള് കണ്ണും പൂട്ടി അടച്ച് വിശ്വസിക്കുക എന്ന് പറയുന്ന ഒരു 100-ൽ എനിക്കറിയത്തില്ല എത്രത്തോളം അതിനകത്ത് എന്തൊക്കെയാന്ന് പറഞ്ഞാലും ഒരു ജസ്റ്റ് നിങ്ങൾ ഇതിനൊരു എന്റർടൈൻമെന്റ് വീഡിയോ ആയിട്ട് മാത്രം എടുത്താൽ മതി. പറഞ്ഞ പുള്ളിയെ കുറിച്ച് നമുക്കറിയാം. സ്വന്തം ജിമ്മിൽ കയറി എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഞാൻ ആദ്യമേ ഒരു കാര്യം പറയാം. ലീസിന് കൊടുത്തതാണെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു കാര്യം, റെന്റ് കൈപ്പറ്റുന്നു എന്നതിനേക്കാൾ ഉപരി എപ്പോഴും അത് ആ കൊടുത്തിട്ടുള്ള വ്യക്തിയുടെ ഉടമസ്ഥതയില്ല. കാരണം അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം അവിടെ അവരറിയാതെ കയറി ചെല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അതിനെ ഭയങ്കരമായിട്ടും വളച്ചൊടിച്ച് അല്ലെങ്കിൽ അത് എന്റെ ജിമ്മല്ലേ എനിക്ക് കയറിക്കൂടെ എന്നുള്ള കാര്യമാണ്. അത്രത്തോളം ഒരു ബുദ്ധിശൂന്യതയായിട്ടാണ് ജിൻഡോ സംസാരിക്കുന്നത്. പക്ഷെ അതിനപ്പുറം പല കാര്യങ്ങളും ഇയാൾ ഇന്റർവ്യൂവിനകത്ത് വന്ന് വിളിച്ചു പറയുന്നുണ്ട്. പക്ഷെ അതിനകത്തൊന്നും പരമമായ സത്യം അതാണെന്നൊന്നും നമ്മൾ അടിച്ച് ഉറപ്പിച്ച് പറയുന്നില്ല. അതിന്റെ ആ തമ്മിലിൽ തന്നെ പറയുന്നത് ഞാൻ കള്ളനല്ല, എനിക്ക് എന്റെ ജിമ്മിൽ കയറാനുള്ള അവകാശമില്ല. അവകാശമുണ്ട്, കാര്യം ശരിയാ. പക്ഷെ പാർട്ടി എന്ന് കയറുക എന്ന് പറഞ്ഞത് അത് സാമാന്യ ബോധമുള്ളവൻ, അത് ഇല്ലീഗലായിട്ട് ഈ സാമാന്യ ബോധമുള്ളവരത് കാണത്തുള്ളൂ. അത് ആദ്യം മനസ്സിലാക്കുക എന്നുള്ള കാര്യം. പിന്നെ അവർ റീച്ച് കൂടാനായിട്ടായിരിക്കും ഈ ഒരു തമ്മിൽ ഇട്ടേക്കുന്നത്. നമുക്ക് എന്തായാലും ഇന്റർവ്യൂയിലോട്ട് പോവാം. ജിൻഡോ ആണല്ലോ. ജിൻഡോ നമസ്കാരം. ഏറ്റെടുത്ത് ജനങ്ങൾ തന്നെ നിലത്തടിക്കുന്നു. എന്താ സംഭവിച്ചത്? ജിൻഡോ ചേട്ടൻ കരച്ചിലൂടെയാണ് തുടങ്ങുന്നത്. കാരണം ജിൻഡോ ചേട്ടന് പ്രീതി പിടിച്ചു പറ്റാൻ, അല്ലെങ്കിൽ അറിയത്തില്ല പ്രീതിയാണോ അത് സത്യമാണോ നമുക്ക് അറിയത്തില്ല. എന്തെങ്കിലും കരച്ചിൽ എന്നൊരു കാര്യം ജിൻഡോ ചേട്ടന്റെ വീക്ക്നെസ് ആണ്. അല്ലെ സ്വന്തം ജിമ്മിലാണോ മോഷ്ടിച്ചേ? എനിക്കറിയാലോ എന്റെ ജിമ്മിനുള്ള ക്യാമറ ഉണ്ടെന്നുള്ളത്. ഞാൻ കൂളായിട്ട് തുറന്നു, ഞാൻ കുഞ്ഞു കയറി. കൂളായിട്ട് തുറന്ന് കുഞ്ഞത് കയറിയെന്ന് ഒന്നേ നമുക്ക് തുടങ്ങാം. മണ്ടനായിട്ട് മുദ്ര കുത്തുന്നു. ആ മണ്ടൻ ബിഗ് ബോസ് സീസൺ 6 കപ്പടിക്കുന്നു. ജനങ്ങൾ ഏറ്റെടുക്കുന്നു. ഏറ്റെടുത്ത് ജനങ്ങൾ തന്നെ നിലത്തടിക്കുന്നു. ലോജിക് ഇല്ലാത്ത കാര്യങ്ങൾ വന്ന് ചെയ്യുക, അല്ലെങ്കിൽ സാമാന്യം ബോധമുള്ള ഒരാള് ചെയ്യുക. അത് ഈ ബിഗ് ബോസിന്റെ ടൈറ്റിൽ വിന്നറായിട്ടുള്ള ഒരാളെ കുറിച്ച് ജനങ്ങൾ അത്യാവശ്യം ചില കാര്യങ്ങൾ അവരിൽ നിന്ന് പ്രതീക്ഷിക്കും. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുന്നു എന്ന് കരുതി കഴിഞ്ഞാൽ പിന്നെ അവര് അങ്ങേയറ്റം ജനങ്ങളോട് അവിടെ നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ കടപ്പെട്ടിരിക്കുന്നവരാ. കാരണം ആ ഒരു ടൈറ്റിൽ ടാഗോട് അറിയപ്പെടുന്നവരാ. ജിൻഡോയെ കുറിച്ച് എന്ത് കേസ് വന്നാലും ആദ്യം പറയുന്നതാണ് ബിഗ് ബോസ് ജിൻഡോ. ബിഗ് ബോസ് എന്നൊരു ഹാഷ്ടാഗാണ് ജിൻഡോയുടെ എന്നൊരു ടൈറ്റിലാണ് ജിൻഡോയുടെ പേരിൽ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ആ വോട്ടോട് ജനങ്ങളോട് ജിൻഡോയ്ക്ക് കടപ്പാട് കാണിക്കട്ടെ. അപ്പൊ ജിൻഡോയെ കാണിക്കുന്ന കാര്യങ്ങളിൽ അല്ലെങ്കിൽ നമുക്ക് ലോജിക് ഇല്ലെങ്കിൽ ജനങ്ങൾ പറയും. ജനങ്ങൾ പിന്നെ പറയൂലേ. ഒരു ജോലി ചോദിച്ചു വന്ന ആളാ. ഈ മോഷ്ടിച്ച ജിമ്മിന്റെ കേസാണ് ഒരു ജോലി ചോദിച്ചിട്ട് വന്ന ആളാണ്. അപ്പൊ ആ കുട്ടിയുടെ ജീവിതത്തിൽ വീട്ടുകാരൊക്കെ ധിക്കരിച്ച് ഇറങ്ങി പോയിട്ടുള്ള കുച്ച. നമ്മുടെ മുമ്പിൽ വരുന്ന ആൾക്കാരെ നമ്മൾ സഹായിക്കുന്നു, അല്ലെങ്കിൽ എളിമ കണ്ട് അവരുടെ അവസ്ഥ കണ്ട് അവരോട് നമ്മൾ അനുകമ്പ കാണിക്കുന്നതിനൊന്നും തെറ്റില്ല. പക്ഷെ ജിൻഡോ ഈ അടുത്ത പറയുന്നത് കാണുമ്പോഴാണ് കേസ് എനിക്ക് ക്യൂരിയോസിറ്റി മനസ്സിലാവുന്നത്. ചില സംശയങ്ങൾ തോന്നുന്നു ജിൻഡോയുടെ കാര്യത്തിൽ. അല്ല, അവരുമായിട്ട് ബന്ധം എന്താണ് ജിൻഡോയ്ക്ക്? ഒരു ബന്ധമില്ല. കാരണം അങ്ങനെ വ്യക്തി എന്തിനു അവർ നമ്മുടെ നാട്ടിൽ. അപ്പൊ അവരൊക്കെ ജോലിക്കാരൻ നിർത്തി ആള് ആയിട്ട് നമുക്ക് വേറെ സ്റ്റാഫ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ആളുടെ ഭർത്താവും അതിനകത്ത് ജോയിൻ ആവണം. അവരെ സഹായിക്കാൻ അവരുടെ ഹസ്ബൻഡ് മുന്നോട്ട് വന്നു. അതിൽ ജിൻഡോ എന്തിനാണ് ഇത്ര ആകുലപ്പെടുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്തൊക്കെയാന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു സ്ത്രീ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് അവര് ആ ഒരു കാര്യം നടത്തുന്നത്, അവരുടെ സ്വന്തം പാർട്ണർ അതിലേക്ക് വന്നത് ജിൻഡോ എന്താണ് ഇത്ര ആകുലപ്പെടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും അതിനെ കുറിച്ച് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. നമുക്ക് ബാക്കി കേൾക്കാം. ഇത് രാത്രിയില് കള്ളനെ പോലെ ജിൻഡോ അകത്ത് കയറിയതിന്റെ ഉദ്ദേശം എന്തായിരുന്നു? എന്റെ കയ്യിൽ അവർ പറഞ്ഞ ഡ്യൂപ്ലിക്കേറ്റ് കീ വെച്ച് തുറക്കുന്നതല്ല. 2 കീ ഉണ്ടായാലും 1 കീ ഞാൻ തുറന്നു. എനിക്കറിയാലോ എന്റെ ജിമ്മിലുള്ള ക്യാമറ ഉണ്ടെന്നുള്ളത്. എനിക്കറിയില്ല എന്റെ ജിമ്മിൽ ക്യാമറ ഉണ്ടെന്നുള്ളത്. ഞാൻ കൂളായിട്ട് തുറന്നു കഴിഞ്ഞിട്ട് സാധാരണ ഷട്ടർ ഞാൻ പൊക്കിയില്ല, മുകളിലേക്ക് പൊക്കിയില്ല. കാരണം അത്രയും പൊക്കണ്ടെന്ന് ഓർത്ത് ഞാൻ കുഞ്ഞു കയറി. അത് നിങ്ങൾ കാണുന്നത്. അത് കഴിഞ്ഞ് എനിക്ക് അവിടെ എൻ്റെ ഒരു ഓഫീസ് റൂമുണ്ട്. ആ ഓഫീസ് റൂമിൽ എനിക്കൊരു ചെക്ക് എടുക്കാണ്ടായിരുന്നു. എൻ്റെ അവർ ചെക്ക് എടുത്തു. പിന്നെ ജസ്റ്റ് കണക്കുകളൊക്കെ നോക്കാൻ കണക്കൊക്കെ നോക്കി. അത് കഴിഞ്ഞ് ഞാൻ റിട്ടേൺ വന്നപ്പോൾ ഞാൻ അവിടെ ഈ ടേബിളിൽ എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ഈ ടേബിളിൽ എന്ന് പറഞ്ഞാൽ ഈ ടേബിളിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ ഇവര് അന്ന് രാത്രി അവിടെ കമ്പനി കൂടിയിട്ട് ഇങ്ങനെ വൈറ്റ് പൊടികൾ എടുക്കുന്നുണ്ട്. പൊടികൾ എടുക്കുന്നുണ്ട്. അവരെ കുറിച്ച് അന്നേരം ഭയങ്കരമായിട്ട് ഒരു വലിയ ആരോപണമാണ് ജിൻഡോ വന്ന് പറയുന്നത്. എന്തൊക്കെയാന്ന് പറഞ്ഞാൽ ഈ ഒരു ചാനൽ ഈ ഒരു വിശദമായിട്ട് കിടപ്പുണ്ട്. എന്തൊക്കെയാന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യം എത്രത്തോളം മുന്നോട്ട് പോയി നമുക്ക് അറിയത്തില്ല. കാരണം അവരെ കുറിച്ച് വാർത്തകളൊന്നും നമ്മൾ അറിഞ്ഞില്ല. കമന്റ് ബോക്സ് ഒക്കെ നോക്കിയിട്ട് പല ആൾക്കാരും ഭയങ്കര
സംശയമായിട്ടാണ് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു ലോജിക്ക് ആവുന്നില്ലല്ലോ എന്നൊക്കെ. മാത്രമല്ല ഇതിനകത്ത് പല പുള്ളി പറയുന്നു നമ്മുടെ ബിഗ് ബോസ് എന്ന ഒരു കപ്പ് പുള്ളിക്ക് കിട്ടിയതില് സായി അല്ലെങ്കിൽ നമ്മുടെ സിജോ എന്ന് പറയുന്ന കണ്ടസ്റ്റൻസിലൊക്കെ അവർക്കൊക്കെ ഭയങ്കരമായിട്ടും ആ കപ്പ് എങ്ങനെ കിട്ടി എന്ന രീതിയിൽ ആകുലതയാണ്, അതിന്റെ ദേഷ്യമാണ് എന്നൊക്കെ പറഞ്ഞു. കാരണം സിജോയുടെ പല പല പ്രശ്നങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു ഇയാൾക്കെതിരെ പറഞ്ഞു. അതുകൊണ്ട് അവരൊക്കെ കപ്പ് കിട്ടിയത് കൊണ്ട്, അതായത് ജിൻഡോക്ക് കപ്പ് കിട്ടിയപ്പോൾ ചിലപ്പോൾ എല്ലാവരും ആലോചിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ സംഭവിച്ചു, ഇത് എങ്ങനെ മറിമായി സംഭവിച്ചെന്ന് ഒരുപക്ഷെ നമ്മളെ പോലെ ഒരുപക്ഷെ അവർക്കും തോന്നിയിട്ടുണ്ടായിരിക്കും. അതിന്റെ ശത്രുത ഇങ്ങനെ കാണിച്ചുകൊണ്ട് നടക്കുന്ന അത്രയ്ക്ക് ബുദ്ധിശൂന്യരായ ആൾക്കാരാണോ സായി സിജോ എന്നൊക്കെ എനിക്ക് തോന്നുന്നില്ല. കാരണം ഇങ്ങനെ പറയാൻ കാരണം ജിൻഡോയ്ക്കെതിരെ പല ആരോപണങ്ങളും നമ്മുടെ സിജോയും അതുപോലെ തന്നെ സായിയും ഒക്കെ പറയുന്നുണ്ട്. കാരണം അവർ പല കേസുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. മാത്രമല്ല ഇയാളിപ്പോ ജാമ്യത്തിലൊക്കെയാണ്. എന്തൊക്കെയാണ് ഇത്രയ്ക്ക് വലിയൊരു ആരോപണമാണ് അവരെ കുറിച്ച് വന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ പോലീസ് കേസോ കാര്യങ്ങളോ ഒന്നും കണ്ടിട്ടില്ല. കാരണം ജിൻഡോ കാക്ക പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ എന്താണ് ചക്ക ചക്ക എന്ന് പറഞ്ഞാൽ മാങ്ങാണ്ടി മാങ്ങാണ്ടി എന്ന് കേൾക്കുന്ന ഒരു സ്വഭാവക്കാരനാണ് ആക്ച്വലി ജിൻഡോ കാക്ക. അന്നേരം പുള്ളി പറഞ്ഞത് എത്രത്തോളം വൈരുദ്ധ്യം ഉണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ശരികളുണ്ട് എന്നുള്ള കാര്യം നമുക്ക് അടിച്ചൊന്നും വിശ്വസിക്കാനൊന്നും പറ്റത്തില്ല. അവരെ ഇതുവരെ ഇപ്പൊ പുള്ളി പറഞ്ഞു വിട്ടിട്ടുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. ഇതിൽ പല നമ്മൾ കേസുകളും കാര്യങ്ങളൊന്നും കണ്ടതുമില്ല. എന്തൊക്കെയാണ് ഗൈസ്, എന്തൊക്കെയാന്ന് ചില വൈരുദ്ധ്യങ്ങൾ ഈ ഒരു ഇന്റർവ്യൂ കണ്ടിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ വാളെടുത്തവൻ വാളാലേ എന്നൊരു കാര്യമുണ്ടല്ലോ. കാരണം സോഷ്യൽ മീഡിയയിൽ കൂടെ കത്തിക്കയറുന്ന കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് അടിച്ചു തീർക്കുന്ന ഒരു സമൂഹത്തെ എന്ന് കാണാനുള്ള. കാരണം ഇന്ന് എന്ത് പറയാനുള്ളത് സോഷ്യൽ മീഡിയയിൽ വന്നാണ് ആൾക്കാർ ഇന്റർവ്യൂവിലൂടെ, അതിനാണ് ഇന്റർവ്യൂ എന്ന അതിനൊരു കരുവാണ് ഗൈസ്. അപ്പം പല ആൾക്കാരുടെ അനുഭവങ്ങൾ നമ്മൾ അതിലൂടെ കാണുന്നു, കേൾക്കുന്നു, മനസ്സിലാക്കുന്നു. അങ്ങനെ ഇതൊരു വളരെ ലോജിക് ഇല്ലാത്തൊരു ഇന്റർവ്യൂ പോലെ എനിക്ക് തോന്നി ആക്ച്വലി. ഗൈസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക ഗൈസ്. അന്നേരം എന്റെ കൂട്ടുകാരെ, അതായത് സ്ഥിരം എന്റെ വീഡിയോസ് കാണുന്ന സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഗൈസ്. പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.